വലിയ വെല്ലുവിളിയുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തുകയാണ്. അതായത് ലോകം ഇതുവരെ കാണാത്തത്ര വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതുവരെ വേണ്ടത്ര വേദന ടെഹ്റാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഇതുവരെ കാണാത്ത യുദ്ധമുഖം തുറക്കുമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടുതൽ വലിയ മാസീവ് അറ്റാക്കിന് കളമൊരുക്കുമോ? അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ ഇതുവരെ കാണാത്ത സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക കൂടി ഉയരുന്നുണ്ട്. നന്ദന തുടരുന്നുണ്ട്. നന്ദന, ഈ ട്രംപ് ഇത്തരമൊരു പ്രകോപന പ്രസ്താവന ഇപ്പോൾ നടത്തുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ പശ്ചാത്തലം കൂടുതൽ ശക്തമായ നീക്കം നടത്തുമെന്ന സൂചനയാണോ? അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇതുവരെ നടന്ന എല്ലാ സമാധാന ശ്രമങ്ങളും പൂർണ്ണമായും ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാക്കില്ലേ? തീർച്ചയായും സജിത്ത്, ഇതുവരെ നടന്ന എല്ലാ സമാധാന ചർച്ചകളെയും നിരർത്ഥമാക്കുന്ന തരത്തിലാണ് ട്രംപിൻ്റെ പ്രസ്താവന. ടെഹ്റാൻ ഇതുവരെ വേണ്ടത്ര വേദന ഇനിയും അനുഭവിച്ചിട്ടില്ല എന്നും ഇറാനുമേൽ സർവനാശം വിതയ്ക്കും വരെ ആക്രമണം തുടരുമെന്നും തന്നെയാണ് ട്രംപിൻ്റെ പ്രസ്താവന. മറുഭാഗത്ത് ഇറാന്റെ പ്രസ്താവനയും വളരെ ശക്തമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് വലിയ നില നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ആയത്തുള്ള അബ്ബാസ് അറാജി വ്യക്തമാക്കുന്നത്. നിലവിലെ വിവരമനുസരിച്ച് വളരെ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളാണ് ഇറാനിലേക്ക് അമേരിക്ക തടുത്തുവിട്ടിരിക്കുന്നത്. ഇറാനിലെ വളരെ തന്ത്രപ്രധാനമായ ഗഷം ദ്വീപും അതുപോലെ തന്നെ തുറമുഖ നഗരമായ ജാസ്ക്, ഗോന്ദാബ്, ഒമറാബാദ്, കൊനാരക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തലസ്ഥാന നഗരമായ ടെഹ്റാന് മുകളിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും വലിയ മുന്നറിയിപ്പ് നൽകുന്നു ട്രംപ്. തീരുന്നില്ല. ട്രംപിന്റെ പ്രസ്താവനകൾ പലതരത്തിൽ ഇങ്ങനെ വെല്ലുവിളികളായി വരികയാണ്. അതിൽ പുതിയൊരു വെല്ലുവിളി പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇനി ഇറാൻ തിരിച്ചടി നൽകുമെന്ന അവരുടെ വെല്ലുവിളികൾക്ക്, ഇറാൻ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഇറാൻ തന്നെ വില നൽകേണ്ടി വരും. അതായത് അമേരിക്കയുടെ കൈവശമുള്ള ഇറാന്റെ സ്വത്തുക്കൾ ചിലവഴിച്ചുകൊണ്ട് ഈ നഷ്ടപരിഹാരം ഞങ്ങൾ സാധ്യമാക്കുമെന്നതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ നടത്തിയിരിക്കുന്ന പുതിയ പോസ്റ്റ്. ഇത് വലിയ തരത്തിൽ ഇറാൻ തിരിച്ചടി നടത്തും എന്ന സൂചനകൾക്കിടയിൽ കൂടിയാണ്. വീണ്ടും ട്രംപ് ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ, അതായത് ഇറാന്റെ എല്ലാ തിരിച്ചടികൾക്കും അവർ തന്നെ വില നൽകേണ്ടി വരും. അതിനർത്ഥം ഈ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇറാൻ്റെ സ്വത്ത് അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. ആ സ്വത്ത് ചിലവഴിക്കുമെന്നതാണ് അമേരിക്കയുടെ വാദം. ഇത് ഇറാനുമേൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക ഉപരോധവും പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമായി വേണോ കാണാൻ? തീർച്ചയായും സജിത്ത്, ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതായത് കപ്പലുകൾ, അതുപോലെ തന്നെ കാർഗോ, അങ്ങനെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് എന്ത് തരത്തിലുള്ള നഷ്ടമുണ്ടായാലും അവയെല്ലാം തന്നെ അമേരിക്കയുടെ പക്കലുള്ള ഇറാന്റെ പണം ഉപയോഗിച്ച് ഈടാക്കുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇറാനുമേൽ ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിരോധം തന്നെ ഈടാക്കുമെന്നതിൽ സംശയമില്ല സജിത്ത്. അതാണ് സാഹചര്യം. അങ്ങനെ ട്രംപ് എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികൾ നടത്തുന്നു എന്നതാണ് സാഹചര്യം. ഇതുവരെ കാണാത്ത തരത്തിലേക്ക് പശ്ചിമേഷ്യ മാറുന്നു എന്നതാണ്. ഇങ്ങനെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും കൊമ്പുകോർത്ത് വലിയ നീക്കങ്ങൾ നടക്കുന്നതിനിടെ, പശ്ചിമേഷ്യയിൽ ആ തരത്തിൽ നീക്കം നടക്കുന്നതിനിടെ മറുവശത്ത് ചില സമാധാന ശ്രമങ്ങളും പുതിയ ചില നീക്കങ്ങളും ഉണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനം അമേരിക്കയും സൗദി അറേബ്യയുമായുള്ള ചില സഹകരണ നീക്കങ്ങളായിരുന്നു. ലോകരാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ആ നീക്കങ്ങളെ കണ്ടത്. പശ്ചിമേഷ്യയിൽ പുതിയ തരത്തിലുള്ള ഒരു സമവായ തന്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ നീക്കത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ചില പരാമർശങ്ങളും നിലപാടുകളും. പശ്ചിമേഷ്യൻ നയതന്ത്രത്തിൽ പുതിയൊരു വഴിത്തിരിവിന് തുടക്കമിട്ടതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ. സൗദി അറേബ്യയുമായി അമേരിക്ക ഒപ്പിടാൻ ഒരുങ്ങുന്ന സിവിലിയൻ ആണവ കരാർ പദ്ധതി പ്രതിസന്ധിയിലാവുന്നു എന്നാണ് സാഹചര്യം. അതായത് ഇസ്രയേൽ സൗദി നയതന്ത്രം രൂപപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി ഈ നീക്കത്തിന് ഉണ്ടാകുന്നു എന്നതാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അതിനർത്ഥം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേൽ ഗൾഫ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിരുന്ന ധാരണയായ എബ്രഹാം അക്കൗണ്ട്സിൻ്റെ ഭാഗമാകണം സൗദി എന്നതാണ് ഈ നിലപാട്. എന്നാൽ മാത്രമേ ഇനി സൗദിയുമായി ധാരണ, നേരത്തെ സൂചിപ്പിച്ച സമാധാന ആണവ കരാറുമായി മുന്നോട്ടുള്ളൂ എന്നതാണ് ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നിലപാട്. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള സിവിലിയൻ ആണവ സഹകരണ കരാർ പശ്ചിമേഷ്യയിലെ ഏറ്റവും നിർണായകമായ ഒരു നയതന്ത്ര നീക്കത്തിൽ ഒന്ന് എന്നതാണ് കരുതപ്പെട്ടത്. കാരണം മേഖലയിൽ സൗദി പോലെ ഒരു രാജ്യവുമായി അമേരിക്ക ഏർപ്പെടുന്ന ആ സമാധാനപരമായ ആണവ കരാർ പൊതുവിൽ പശ്ചിമേഷ്യയിൽ വലിയ സമാധാനമുണ്ടാകും. ഗൾഫ് രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള ഭാവി സഹകരണത്തിലും ഏറെ പ്രധാനം എന്നതാണ് കരുതപ്പെട്ടത്. പക്ഷേ അത് പൂർണ്ണമായും പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് സാഹചര്യം. എന്നാൽ ഈ ട്രംപിൻ്റെ ഈ നിബന്ധന
എല്ലാം പൊതുവിൽ സാഹചര്യങ്ങൾ തകിടം മറിക്കുകയാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൗദിക്ക് ആണവ വൈദ്യുതി നിലയങ്ങൾ വികസിക്കാൻ സഹായിക്കുന്നതായിരുന്നു ഈ കരാറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഇത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരം വേണം. അത്തരമൊരു വെല്ലുവിളി കൂടി ഇതിനുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും വലിയ പ്രതീക്ഷ നൽകിയതാണ്. അതേസമയം ഈ പാലസ്തീൻ രാഷ്ട്ര രൂപീകരണം സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവാതെ ഇനി ഇസ്രയേലുമായി ഒരു ബന്ധം സാധ്യമാവില്ല എന്ന നിലപാടിലാണ് സൗദി അറേബ്യ. അതായത് ഇസ്രയേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം ഉണ്ടാക്കണം എന്ന വാദത്തെ സൗദി അറേബ്യ തള്ളുകയാണ്. കാരണം ഇസ്രയേലിന് ഈ ഗാസ അടക്കമുള്ള പ്രശ്നങ്ങളിൽ അവരെടുക്കുന്ന നിലപാട് തന്നെയാണ് കാരണം. അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു പാലസ്തീൻ രാഷ്ട്രം എന്ന നിലപാട് അംഗീകരിക്കപ്പെടുന്നതുവരെ ഞങ്ങൾ ഇസ്രയേലുമായി ഇനിയൊരു സഹകരണത്തിനില്ല. അതോടുകൂടി പൊളിയുന്നത് അമേരിക്ക സൗദി നയതന്ത്ര നീക്കത്തിന് കൂടിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ അമേരിക്കയുടെ ഈ പുതിയ തീരുമാനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണാർത്ഥത്തിൽ തന്നെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഗാസ യുദ്ധവും പാലസ്തീൻ പ്രശ്നവും തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ പുതിയ നിബന്ധന സൗദി അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ഈ തീരുമാനം പശ്ചിമേഷ്യയുടെ ശാക്തിക സമവാക്യങ്ങളെയും അമേരിക്കയുടെ പ്രാദേശിക തന്ത്രങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന സൗദി അമേരിക്ക സഹകരണ സാധ്യതകൾ. പക്ഷേ അത് പൊളിയും പ്രതിസന്ധിയിലാകുമെന്നതാണ് അമേരിക്കയുടെ പുതിയ നിലപാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.